പറ്റണില്ല. എന്നെ ബാധിക്കുന്ന കാര്യമാണെങ്കിൽ പോലും. കഴിഞ്ഞ ദിവസം കൊല്ലം സുധിയുടെ മൂത്ത മകൻ കിച്ചു എന്ന് വിളിക്കപ്പെടുന്ന രാഹുൽ തൻ്റെ ജീവിതകഥ വെളിപ്പെടുത്തി എത്തിയിരുന്നു. അച്ഛൻ്റെ 3 വിവാഹങ്ങളെക്കുറിച്ചും ആ സമയങ്ങളിൽ താൻ അനുഭവിച്ച ഒറ്റപ്പെടലിനെക്കുറിച്ചും രേണുവും കുടുംബവും കാരണം നേരിടേണ്ടി വന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ചുമെല്ലാം കിച്ചു സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. അച്ഛനോട് മിണ്ടാനും സ്നേഹം പ്രകടിപ്പിക്കാനുമൊന്നും രേണു വന്ന ശേഷം സാധിച്ചിരുന്നില്ലെന്നും ഒറ്റപ്പെടൽ മൂലം ലഹരി ഉപയോഗം പോലും ഒരു ഘട്ടത്തിൽ താൻ തുടങ്ങിയിരുന്നുവെന്നുമെല്ലാം കിച്ചു പറഞ്ഞിരുന്നു. ആ വീഡിയോ വൈറലായതിന് പിന്നാലെ ഇതുവരെ രേണുവിനെ പിന്തുണച്ചവരെല്ലാം രേണുവിനും കുടുംബത്തിനും എതിരെ തിരിഞ്ഞു. കമൻറ്റ് ബോക്സ് മുഴുവൻ രേണുവിനെ പരിഹസിച്ചും വിമർശിച്ചുമുള്ള കമൻറ്റുകളാണ്. ഇപ്പോഴിതാ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് രേണു. സോഷ്യൽ മീഡിയയിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ നൽകുന്ന സ്ട്രെസ്സും താങ്ങാൻ കഴിയുന്നില്ലെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും പൊട്ടിക്കരഞ്ഞുകൊണ്ട് രേണു പറയുന്നു. എൻ്റെ അവസാനത്തെ ഉത്തരം ലഭിക്കട്ടെ എന്ന ക്യാപ്ഷനോടെയാണ് വീഡിയോ രേണു പങ്കുവച്ചിരിക്കുന്നത്. ഫേസ്ബുക്ക് ഇൻസ്റ്റയും ഒന്നും തുറക്കാൻ പറ്റുന്നില്ല. രേണു സുധിക്കൊപ്പം അല്ലെങ്കിൽ രേണു സുധിക്ക് മുകളിൽ എന്ന രീതിയാണ് കണ്ടന്റ് തിരയുന്നവന്മാർക്ക്. രേണു സുധി എന്ന കണ്ടന്റ് മാത്രമേ ഇവർക്കുള്ളൂ, വേറൊരു കണ്ടന്റും ഇല്ലേ? തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്നെ ബാധിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും ചിലതൊക്കെ എന്നെ ബാധിക്കും. കാരണം ഞാനും ഫേസ്ബുക്കിൽ വീഡിയോകൾ എന്തെങ്കിലും കാണാനായി നോക്കാറുണ്ട്. എൻ്റെ കമൻറ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ അപരാധം ചെയ്ത മട്ടിലാണ് മുഴുവൻ കമൻറ്റുകളും. എല്ലാവർക്കും അറിയാം കണ്ടന്റാണ് രേണു സുധി എന്നത്. കാശ് കിട്ടുന്നുണ്ടാകും ഇവർക്കെല്ലാമെന്ന് അറിയാം. ഞാൻ ഇടുന്ന ഈ വീഡിയോ ആഘോഷിക്കാനും ആളുകൾ കാണുമെന്നറിയാം. അവൾ കള്ളക്കരച്ചിലുമായി ഇറങ്ങി, മുതലക്കണ്ണീരുമായി ഇറങ്ങി എന്നൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ആളുകൾ പറയും എന്നെനിക്കറിയാം. എനിക്ക് വേണമെങ്കിൽ ആത്മഹത്യ ചെയ്യാം. കേൾക്കാവുന്നതിൻ്റെ അപ്പുറം ഞാൻ കേട്ടു. അത് ഞാൻ ചെയ്യാത്തതിന് കാരണം ചില കാര്യങ്ങൾ പിന്നോട്ട് വലിക്കുന്നത് കൊണ്ടാണ്. ചില കാര്യങ്ങൾ എന്നെ പിടിച്ചു വെക്കുകയാണ്. നെഗറ്റീവ് കണ്ടന്റ് ചെയ്യുന്നവർ എനിക്ക് നൽകുന്ന സ്ട്രെസ്സ് താങ്ങാനാവാതെ ചിലപ്പോൾ ഞാൻ അവസാനം അതുതന്നെ ചെയ്യുമായിരിക്കും. എന്തു പറഞ്ഞിട്ടാണ് ആളുകൾ എന്നെ തെറിവിളിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നുമാണ് രേണു പറഞ്ഞത്. എന്നാൽ ആ വീഡിയോയ്ക്ക് ഇപ്പോൾ രേണുവിനും കുടുംബത്തിനും ഉണ്ടായിരിക്കുന്ന ഡാമേജ് മാറ്റാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പൊട്ടിക്കരഞ്ഞുള്ള വീഡിയോയെ പരിഹസിച്ചും ആളുകൾ പ്രതികരിച്ചെത്തി. ഇന്ന് നീ കരഞ്ഞിട്ടിരിക്കുന്ന വീഡിയോ ഇല്ലേ, ആ ചെക്കൻ വർഷങ്ങളായി അനുഭവിച്ച കണ്ണീരിൻ്റെ അത്ര വരില്ല. അഹങ്കാരം കണ്ടപ്പോഴേ തോന്നിയിരുന്നു. അധപ്പതനം അടുത്തു തന്നെ ഉണ്ടാകുമെന്ന് നമിച്ചു. ഇത്രയും നാൾ വെറുതെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴാണ് സ്വഭാവം മനസ്സിലായത്. ആ മോൻ കുറച്ച് സത്യങ്ങൾ പറഞ്ഞപ്പോൾ പാനിക്കായല്ലേ? എന്തു പറഞ്ഞ് ഇനി സ്വയം വെളുപ്പിക്കും എന്നോർത്ത് ആദി കയറിയല്ലേ? ഇന്നലെ വരെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ആളുകൾ തെറിവിളിക്കുന്നത് കണ്ട് സങ്കടം തോന്നിയിരുന്നു. പക്ഷേ കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറി കേട്ടപ്പോൾ ആ തെറിയൊക്കെ കേൾക്കാൻ നിങ്ങൾ അർഹയാണെന്ന് മനസ്സിലായി. ആ ചെക്കൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. എല്ലാം ഓപ്പണായി പറഞ്ഞാൽ എന്തായിരിക്കും? എല്ലാം സുധിച്ചേട്ടന് വേണ്ടി എന്ന നാടകം ഇതോടുകൂടി അവസാനിച്ചിരിക്കുന്നു എന്നിങ്ങനെയാണ് രേണുവിൻ്റെ പുതിയ വീഡിയോയ്ക്ക് വന്ന പ്രതികരണങ്ങൾ.